തോൽവി ഭയന്ന UDF വ്യാജ ആരോപണം ഉന്നയിക്കുന്നതായി LDF കോട്ടയത്ത് തോൽവി ഭയന്ന UDF നേതൃത്വത്തിന് സമനില തെറ്റിയെന്ന LDF. കൊട്ടിക്കലാശത്തിൽ നിന്നും LDF നേതാക്കൾ വിട്ടുനിന്നുവെന്ന UDF ആരോപണം ഇതിന്റെ തെളിവാണ്. UDF കണക്കുകൂട്ടലുകൾക്കപ്പുറമായിരിക്കും തോമസ് ചാഴികാടന്റെ വിജയമെന്നും LDF ജില്ലാ കൺവീനർ ലോപ്പസ് മാത്യു പറഞ്ഞു. കൊട്ടിക്കലാശ ചടങ്ങിൽ നിന്നും മന്ത്രി VN വാസവനും ജോസ് കെ മാണിയും വിട്ടുനിന്നെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള UDF ആരോപണം. ഈ ജില്ലയിൽ നിന്ന് ഉള്ള CPMന്റെ പ്രധാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവൻ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പോലും അവരുടെ പാർട്ടിയുടെ നേതാവ് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ ഈ കലാശക്കൂട്ടിന്റെ സമയത്ത് ഈ ഗാന്ധി സ്ക്വയറിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് ഗൗരവമുള്ള വിഷയമല്ലേ. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം വിരളി പൂണ്ട UDF നേതാക്കളുടെ സമനില തെറ്റി. പോളിംഗ് ബൂത്തിൽ തങ്ങളുടെ വോട്ടർമാരെ എത്തിക്കാൻ പരാജയപ്പെട്ടതിന്റെ ജാള്യത മറയ്ക്കാനാണ് വ്യാജ ആരോപണം ഉന്നയിക്കുന്നതെന്ന് LDF ജില്ലാ കൺവീനർ ലോപ്പസ് മാത്യു അഭിപ്രായപ്പെട്ടു. UDFന്റെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ഉന്നയിച്ചിരിക്കുന്നത് കലാശക്കൊട്ടിൽ മന്ത്രി വാസവനും ജോസ് കെ മാണി പങ്കെടുത്തില്ല. അത് അവരിപ്പോൾ വലിയൊരു കണ്ടുപിടുത്തമാണ്. വാസവനും ജോസ് കെ മാണിയും പങ്കെടുക്കാതെ തന്നെ വൻപിച്ച വിജയമായിരുന്നു കലാശക്കൊട്ട് പാലായിലും കോട്ടയത്തല്ല. അവരും കൂടെ പങ്കെടുത്തായിരുന്നെങ്കിൽ വലിയ വിജയമായേനെ. അല്ലെങ്കിൽ അത് തീർച്ചയായും അത് UDFന് സഹിക്കാൻ പറ്റാത്തതായി പോയാലെന്ന് യാതൊരു സംശയമില്ല. ഏതായാലും അതിൻ്റെ പേരിലൊന്നും ഇടതുപക്ഷത്ത് പ്രവർത്തനമോ വോട്ടോ യാതൊന്നും കുറഞ്ഞിട്ടില്ല. അതെല്ലാം വളരെ കൃത്യമായി കാര്യങ്ങൾ നടത്തുന്ന മുന്നണിയും സംവിധാനമാണ് ഇടതുപക്ഷത്തിനുള്ളത്. വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, പാല മണ്ഡലങ്ങളിൽ ലീഡ് നേടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. കടുത്തുരുത്തി MLAക്കെതിരായുള്ള ജനവിധി കൂടിയാവും തെരഞ്ഞെടുപ്പെന്നും ലോപ്പസ് മാത്യു വ്യക്തമാക്കി. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.